Hi guys, good morning. எல்லாருக்கும் நமஸ்காரம். ஸோ இன்றைக்கி நான் புதிய வீடியோ போட போகிறேன். என்னன்னு கேட்டால் வீடு சேல் பண்ணணும்னு சொல்லியிருந்தாங்க. ஸோ அதுக்காக நான் அந்த வீடியோ போட்டிருக்கேன். ஸோ அண்டு இதுதான் அந்த வீடு. ஸோ இது கேரளா சைடில் இருக்கிறவங்க பார்க்கணுன்றதுக்காக நான் மலையாளத்தில் பேசுகிறேன். ஸோ சென்னையிலேருந்து இங்கே வந்து நமக்கு வீடு வாங்க முடியறவங்க இருக்கீங்கன்னா நீங்களும் வந்து வாங்கிக்கலாம். இனிமேல் நான் மலையாள இதில் சொல்கிறேன், மலையாளத்தில். എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഒരു വീട് സെയിൽ ചെയ്യാനുണ്ട്. സോ സ്ഥലം പാലക്കാട്, അയിലൂർ, നെന്മാറ അയിലൂർ, കുണ്ടുക്കാടിൻ്റെ സ്ഥലം. അയിലൂരിൻ്റെ അവിടെ കുണ്ടുക്കാട് സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു വീട് സെയിലിനുണ്ട്. സോ ആ വീടാണ് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എൻ്റെ ചാനലിൽ ഇടണം പറഞ്ഞിട്ടായിരുന്നു സെയിൽ ചെയ്യാൻ. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കോൺടാക്ട് നമ്പർ തരാം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ വീടാണ് ഇത്. പാലക്കാട് നെന്മാറ അയിലൂരിൻ്റെ സ്ഥലത്തിൽ ഇരിക്കുന്നത് കുണ്ടുക്കാടിൻ്റെ പ്ലേസാണ്. അവിടെയാണ് ഈ വീട് ഇരിക്കുന്നത്. സോ ഇത് 8 സെൻറ്റ് സ്ഥലത്തിലാണ് വീട് കെട്ടിയിരിക്കുന്നത്. ഈ ടോട്ടൽ ഏരിയ 33 സെൻറ്റ് ഉണ്ട്. ഗാർഡനിങ് മറ്റേ തോട്ടം ഇതൊക്കെ ചേർത്തിട്ടാണ് മൊത്തം 33 സെൻറ്റ്. അതിൽ 8 സെൻറ്റിലാണ് അവർ വീട് കെട്ടിയിരിക്കുന്നത്. സോ വീട്ടിൻ്റെ സെൻറ്റ് 8 സെൻറ്റിലാണ് വീട്. ഇത് வந்து நம்ம ഫ്രണ്ട് പോർഷനാണ്. കീഴ് താഴെ വീട്ടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇത് താഴെ, ഇത് മുകളിൽ. ഇതിവിടെ നിന്ന് കാണുമ്പോൾ കാണുന്നില്ല, ഞാൻ സൈഡിൽ നിന്ന് കാണിക്കാം. ഇത് സ്റ്റെപ്പാണ് കേട്ടോ. ഇതിങ്ങനെ സൂപ്പറായിട്ടിരിക്കുന്നു. സ്ലൈഡിങ് സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ ഇതും ഉണ്ട്. ഇത് താഴെ പോർഷൻ ഇപ്പോൾ കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് മുകളിലത്തെ പോർഷൻ. ഇനി അതിൻ്റെ മുകളിൽ ടെറസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായി കട്ടിയതാണ്. ഇവിടെ വാട്ടർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. 24 hours വാട്ടർ വന്നുകൊണ്ടിരിക്കും. ഇത് ലൈൻ വാട്ടർ. വെള്ളം വരേണ്ട ദിവസം മാത്രമേ വെള്ളം വരുള്ളൂ. ഇത് സൈഡ് പോർഷൻ. ടാങ്ക് ഉണ്ട്. இதுக்குள்ளே என்ட்ரன்ஸ் ரூமா? ഓക്കെ, സെപ്പറേറ്റ് ടോയ്ലറ്റ്. ഇത് പുറത്തൊരു സെപ്പറേറ്റ് ബാത്റൂം ഉണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വർക്ക് ഏരിയ പോലെ യൂസ് ചെയ്യുക. വാഷിംഗ് മെഷീൻ വയ്ക്കുക, തുണിയൊക്കെ അലക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ പോവാം. കയറിയതും ഇവിടെ ഒരു റൂമുണ്ട്. കിച്ചണാണ്. കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. കിച്ചൺ വലിയ കിച്ചൺ, പക്ഷെ ഓപ്പൺ റൂമാണ്. കിച്ചൺ വിത്ത് ഹാൾ. സോ ഓപ്പൺ കിച്ചണാണ്. ഇവിടെ കിച്ചണിലേருந்து അങ്ങനെ ഓപ്പൺ ഹാളാണ്. പിന്നെ ഹാൾ കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂം ഈ കബോർഡൊക്കെ ഉണ്ട്. സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു കബോർഡ്. ഒരു അടിപൊളിയാണ് ബെഡ്റൂം. കബോർഡൊക്കെ ഉണ്ട്, അലമാരയായിട്ട് യൂസ് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു വലിയ ഹാള്. കിച്ചൻ്റെ ഒപ്പം തന്നെയാണ്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഹാളിലിരിക്കുന്നു. സോ നമ്മൾ എൻട്രൻസ് ആവുന്നത് തന്നെ ഒരു ഹാൾ ആൻഡ് വിത്ത് ഹാൾ ഓപ്പൺ കിച്ചൺ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ താഴെ 2 പോർഷൻ ഉണ്ട്. സോ അവിടെ ഒരു ഹാൾ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു ഹാൾ. അപ്പുറത്തെ ഒരു ഹാളും കിച്ചണും സിംഗിൾ റൂമായിട്ടിരിക്കുന്നു അവിടെ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെയും അതുപോലെ അലമാരയൊക്കെ ഉണ്ട്.
ബാത്റൂം ഉണ്ട്, അറ്റാച്ച് ബാത്റൂമാണ്. ഇതൊരു സിംഗിൾ ബെഡ് ഇട്ട് വെക്കാനുള്ള സ്പേസസ് ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ നിന്ന് കിച്ചൺ ഉണ്ട്. സോ ഇവിടെ തന്നെ 2 പോർഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിച്ചൺ, സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ്. ഇവിടെ ഒരു മിററുണ്ട്. അപ്പം നമുക്ക് അവിടെ ഒരു ബെഡ്റൂം കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം, 2 ബെഡ്റൂം, ഒരു ഹാളുണ്ട്. ഇവിടെയും അതുപോലെ കബോർഡുണ്ട്. ഇവിടെ ബാത്റൂം ഇല്ല കേട്ടോ, ബാത്റൂം ഇല്ല ഇവിടെ. അപ്പോൾ ഒരു ഹാൾ, 2 ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂം ഉണ്ട്, ഒരു ബെഡ്റൂമിൽ ബാത്റൂം ഇല്ല. ആൻഡ് ഒരു കിച്ചൺ. ഇത് ഓപ്പൺ ചെയ്തതും അവിടെ നിന്ന് ഒരു പോർഷൻ ഉണ്ട്. താഴെ തന്നെ 2 പോർഷൻ ഉള്ള പോലെയാണ് കട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു കിച്ചണും ഇവിടെ നിന്ന് ഒരു റൂം, ബെഡ്റൂം അങ്ങനെ പോകുന്നു. ഇവിടെ നിന്ന് വരുമ്പോൾ ഒരു ഹാള്, ഒരു ബെഡ്റൂം. ഇവിടെ ഒരു ഫാമിലി സ്പെൻഡ് ചെയ്യുക, ഇവിടെ ഒരു ഫാമിലി സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ഉള്ളിൽ കണ്ടില്ലേ. ഇനി പുറത്ത് സൈഡ് പോർഷനാണ് കേട്ടോ. ഇത് വർക്ക് ഏരിയ പറഞ്ഞില്ലേ. ഇത് ടാങ്കല്ല, ഇത് മുകളിൽ കയറുന്ന സ്റ്റെപ്പ്. ഇതാണ് ടാങ്ക്, ഏറ്റവും മുകളിലുണ്ട്. ഇത് നമ്മുടെ തോട്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ 33 സെൻറ്റ് ഉണ്ടെന്ന്. ഇത് തോട്ടം എല്ലാം കൂടി ചേർത്തിയാണ്. ഇത് ഗുഡോൺ പോലെയാണ്. ഗുഡോൺ പോലെയല്ല, ഗുഡോൺ തന്നെയാണ്. ഗുഡോൺ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് വെക്കാം. ഇതൊക്കെ ഫുൾ തോട്ടം ഇവരുടെ തന്നെയാണ്, വാങ്ങുന്നവർക്ക് തന്നെയാണ്. ഇവിടെ നിന്ന് അറ്റം വരെ ഉണ്ട്. ഇതൊക്കെ വേസ്റ്റ് ഇട്ട് വയ്ക്കാനുള്ള ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഇട്ടിട്ട് കത്തിക്കാം നമുക്ക്. അവിടെ ഒരു കിണറുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ഉണ്ട്, തേങ്ങ നിറയെ ഉണ്ട്. എത്രയോ തേങ്ങ മരം ഉണ്ട് പറഞ്ഞു. ഇവിടെ തന്നെ 2, 3 ഉണ്ട്. അവിടെ എൻട്രൻസിൽ ഒരു 4, 5, 6, 7, 8, 9, 10, ഒരു 12, 20 അടുത്തുണ്ട് തേങ്ങ മരം. വാഴയുണ്ട്, നാരങ്ങ ഉണ്ട്, അങ്ങനെ ചെടികൾ നിറയെ ഉണ്ട് കേട്ടോ. ചെടികളല്ല, സോറി, മരങ്ങൾ. ചെടികൾ, മരങ്ങൾ എല്ലാം ഉണ്ട്. ചക്കമരം ഉണ്ട്, വാഴമരം ഉണ്ട്. ഇനി നമുക്ക് പുതിയതായി വല്ലത് വെക്കുകയാണെങ്കിലും ഇവിടെ വെക്കാം. അങ്ങനെ ചെടികൾ, മരങ്ങൾ അങ്ങനെ വെക്കാനുള്ള കുറേ സ്പേസസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് തോട്ടം. റോസ് ചെടിയുണ്ട്. തെച്ചിയുണ്ട്, നന്ദിയാർവട്ടമുണ്ട്, തുളസിയുണ്ട്. അങ്ങനെ എല്ലാ വകയാണ് ചെടികൾ, മരങ്ങളും ഉണ്ട്. വേണമെങ്കിൽ നമുക്കും വെക്കാം. ഇനി നമുക്ക് മുകളിൽ പോയി നോക്കാം. താഴെ നോക്കി ഗാർഡനിങ് ഒക്കെ നോക്കി. ഇപ്പം നമുക്ക് മുകളിൽ കയറാം. ഇവിടെ അടിക്കാത്തതുകൊണ്ട് കുറച്ച് കുപ്പയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. മുകളിൽ കയറിയതുമേ സൂപ്പറാக இருக்குது. ഡോർ തുറക്കട്ടും. അപ്പം തന്നെ നമുക്ക് ഇവിടെയൊക്കെ നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു ഡോർ ഉണ്ട്. വ്യൂ സൂപ്പറാக இருக்குது. ഇവിടെ മുകളിൽ എൻട്രൻസ് റൂം ഉണ്ട്. ഓഫീസ് റൂം പോലെ യൂസ് ചെയ്യാം. കയറിയതും എൻട്രൻസ് ഒരു റൂമാണ്. സിറ്റ് ഔട്ട്. ഡ്രോയിങ് ഇവിടെ ഒരു ഡ്രോയിങ് റൂം. പൂജാ റൂം. പൂജാ റൂം. ഇതൊക്കെ മാസ്റ്റർ ബെഡ്റൂം. കബോർഡിൻ്റെ ഒപ്പം തന്നെ ബാത്റൂമും ഉണ്ട്. സെയിം താഴെ നോക്കി അതേ തന്നെയാണ് മുകളിലും സെയിം ആണ്. ഇത് കാണുമ്പോൾ കബോർഡ് പോലെ തന്നെയാണ് തോന്നും, പക്ഷെ കബോർഡിൻ്റെ ഒപ്പം തന്നെ ബാത്റൂം ഡോറാണ്. അപ്പുറത്തൊരു ബെഡ്റൂം.
ഇങ്ങേയും അതേപോലെ തന്നെ കിച്ചൺ കിച്ചൺ ഇവിടെ നമുക്ക് കിച്ചണിൻ്റെ സൈഡ് ഇത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഇത് വെക്കാം. കിച്ചണാണ് ഇത്. വാവ് സൂപ്പർ മല വർക്ക് ഏരിയ. ഇവിടെ നിന്ന് കാണുമ്പോൾ നോക്കി മല. ഇതാണ് ആകിലമുടിച്ചി പറയണ മല. കണ്ടോ ഇവിടെ നിന്ന് സൂപ്പറായി കാണുന്നുണ്ട് വ്യൂ. ഇവിടെ നിന്ന് സൂപ്പർ വ്യൂ. ഇതെന്താ ബാൽക്കണി പോലെയാണ്. ചുറ്റിയിലും സ്പേസ് ഉണ്ട്. ഇതാ വാഴക്ക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് കണ്ട ചുറ്റിയിലും സൂപ്പർ വ്യൂ ഉണ്ട്. ഇത് വേറെ ചക്ക. ഇവിടെ നിന്ന് ഫുള്ള് വ്യൂ കാണുന്നുണ്ട് നമുക്ക്. ഇതാ അവിടെ മുകളിൽ ഒന്നുണ്ട്, പക്ഷെ അവിടെ മുകളിൽ കയറി എടുക്കാൻ പറ്റില്ല. ഫുള്ള ചക്കയായിട്ട് ചക്ക മുകളിൽ ചക്കയുണ്ട്. ഇത് അവിടെ 2 ചക്ക എടുക്കാം. അത് വലിയ ചക്ക. ഇടിച്ചക്കയാണ് വന്നത്. ഇവിടെ മുകളിൽ കയറാനുള്ള വഴി. ഇപ്പം നമുക്ക് മുകളിലത്തെ വ്യൂ. ഇത് ബദാം ചെടിയാ, ബദാമാ വേറെ എന്തെയാണോ അറിയില്ല. ദാ ഇവിടെയും ചക്കയുണ്ട്. വാവ് ഇവിടെ സൂപ്പറായി. ചക്ക பாரு எப்படி பூ பூத்திருக்குன்னு നോക്കൂ. ഏതോ ഒരു ചക്ക ഫുള്ളാ ഇருக்கு. മലപ്പകുതി ടാങ്ക് ഏറ്റവും മുകളിൽ എത്തി. ഇതെടുക്ക് ഇത് മാതിരി വെച്ചിருக்கு. ഓ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടി. ഓ സപ്പോസ് എക്സ്റ്റൻഷൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവിടെയും വെച്ചിരിക്കുന്നു.